ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ എല്ലാവർക്കും റമദാൻ മുബാറക്ക്. അപ്പോൾ ഫസ്റ്റത്തെ നോമ്പല്ലേ, എന്തായാലും 2 തരം എണ്ണക്കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ചല്ലേ വേണ്ടുള്ളൂ, ഞങ്ങൾക്ക് 3 ആൾക്കുള്ളതാണ് വേണ്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഉരുളൻകിഴങ്ങ് ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, പിന്നെ 2 ചിക്കൻ പീസ് ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗ്രീൻ പീസ്. അപ്പോൾ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സമൂസ ഞാൻ 3-4 തരത്തിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സമൂസ ഇതാണ്. മസാലകളൊക്കെ കുറച്ചിട്ട് ഇവിടെ മോനിക്കായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൽ ഈ ഒരു സമൂസ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരുന്നത്. അപ്പോൾ അത് വെന്തിട്ടുണ്ട്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. 2 വിസിലടിച്ചാൽ മതി. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. ഈസിയാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം ചേരുവകളൊന്നും വേണ്ട. അപ്പോൾ അതാ 2 സബോള എടുത്തിട്ടുണ്ട്. സബോള ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. സബോള പെട്ടെന്ന് വഴറ്റി വരണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അപ്പോൾ ഇത് ഞാൻ കുറേയൊന്നും വീഡിയോ എടുത്തിട്ടില്ല, കുറച്ച് മാത്രമാക്കിയിട്ട് എടുത്തേക്കാണ്. നിങ്ങൾക്ക് കുറേ നേരം ഇട്ടാൽ നിങ്ങൾക്ക് ബോറടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നോമ്പിൻ്റെ ക്ഷീണമാണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഈ വീഡിയോ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. പകുതി മുക്കാലാകുമ്പോഴത്തേനും ബാങ്ക് കൊടുത്തു. പിന്നെ ഭയങ്കര ക്ഷീണമായി. അപ്പം ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നൊക്കെ നോമ്പ് തുറന്നിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്തത്. അപ്പോൾ അത് സബോള വാടി വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് അടിച്ചെടുത്തതാണ്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ഇപ്പോൾ അത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സമൂസ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. മസാല കുറവാണ്, മക്കൾക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. നമ്മൾ എന്നും ഒരേ സൈസ് സമൂസ കഴിച്ചിട്ട് ഒന്ന് മാറ്റി കഴിച്ച് നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലപ്പൊടി നമ്മളെ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കി നോക്കും. ഞാൻ വീഡിയോ മുന്നിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഈ സബോളയിലേക്കുള്ളത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ചിക്കൻ, ഉരുളൻകിഴങ്ങ്, ഇതാ ഗ്രീൻ പീസ്. സമൂസ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഗ്രീൻ പീസൊക്കെ ഇട്ട് കഴിക്കുന്നതാണല്ലേ. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. അത് കാരണം ഞാൻ കുറച്ചധികം ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തേക്കണം. നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ അത് ഇടണ്ട കേട്ടോ. പിന്നെ ഉരുളൻകിഴങ്ങ് കുറച്ച് ഇട്ടാൽ മതി. കൂടുതലാവുമ്പോൾ അത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും സമൂസ തണുത്ത് പോവും. അപ്പോൾ ഉരുളൻകിഴങ്ങ് വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ കുറച്ച് ഇട്ടാൽ മതി. ഞാൻ ആ ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ മല്ലിപ്പൊടി, മുളക് പൊടി ഒന്നും ഇട്ട് കൊടുക്കണില്ല. അതിൻ്റെ പകരം ഞാൻ പച്ചമുളക് കുറച്ചധികം ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, മസാലകളായിട്ട് നമ്മൾ ഇട്ടേക്കുന്നത് ഗരം മസാല, മഞ്ഞൾപ്പൊടി, അതുപോലെ കുരുമുളക് പൊടി. വേറെ മസാലകളൊന്നും ഇതിലിട്ടിട്ടില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ എല്ലാ സമൂസയും കഴിക്കണതല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. ഇനി ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. ഒക്കെ ഒന്ന് നന്നായിട്ട് മസാല ഒക്കെ പിടിക്കണ വരക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഭയങ്കര ചൂടാണല്ലേ. ഈ ചൂട്ടത്ത് നിന്നിട്ട് അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കാനൊക്കെ എളുപ്പമല്ല. പക്ഷെ എന്നാലും നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഇത് എന്തായാലും നിർബന്ധമാവുമല്ലോ. ഇവിടെ എൻ്റെ മോനിക്കൊക്കെ ഇത് നിർബന്ധമാണ് കേട്ടോ. എണ്ണക്കടി വേണോ എനിക്ക്, നോമ്പാണോ എണ്ണക്കടി വേണോ, അത് അവനക്ക് നിർബന്ധമാണ്. അപ്പോൾ അത് കാരണം എന്തായാലും ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പത്തിരിയുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് ഇതാ പത്തിരി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വാട്ടിയെടുക്കുക. പത്തിരി ഉണ്ടാക്കാനൊന്നും അറിയാത്തവരാരും ഉണ്ടാവില്ല അല്ലേ. അത് കാരണമാണ് പിന്നെ ഞാൻ വാട്ടുന്നതൊന്നും ശരിക്കും കാണിക്കാഞ്ഞത്. അപ്പോൾ ഞാനത് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടാറിയതിൻ്റെ ശേഷം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മാറ്റി വെക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ഈസിയായി ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ഈസി ചിക്കൻ കറി ആക്കിയത് ഞാൻ 4:20-നാണ് കിച്ചണിൽ കയറിയത്. പിന്നെ എല്ലാം കൂടി ഉണ്ടാക്കാൻ പറ്റണ്ടേ. അപ്പം ഞാൻ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ കറിയിലായാലും ബീഫ് കറിയിലായാലും ഉലുവ ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമാണല്ലേ. പിന്നെ ഇതാ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതന്ന് നമ്മൾ പൊടിപ്പിച്ച മല്ലിപ്പൊടിയാണ് കേട്ടോ. നല്ല കളറല്ലേ, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇനി ഗരം മസാലപ്പൊടി. അപ്പോൾ എല്ലാ പൊടികളായിട്ടുണ്ട്. ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ മുന്നേ മാറ്റി വെച്ച ഉരുളൻകിഴങ്ങ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്. കുറേ നേരം ഒരു ഉറുമ്പ് അവിടെ കിടന്ന് കളിക്കണു അല്ലേ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അത് കണ്ടത്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായി തിരുമ്പി കൊടുക്കുക. പണ്ടൊക്കെ എൻ്റെ ഉമ്മ ബീഫ് കറി വെക്കുക ഇങ്ങനെയായിരുന്നു. അത് മൺചട്ടിയിൽ അടുപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേറെ ഒരു ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ചിക്കൻ കറി അതുപോലെ വെച്ചെടുക്കണം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, വഴറ്റാനൊന്നും സമയമില്ല. അപ്പോൾ അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കുക്കർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 2 വിസിലടിച്ചാൽ മതി. അപ്പോഴത്തേനും ചിക്കൻ കറി ആവുമല്ലോ. അപ്പോഴത്തേനും എന്താ പത്തിരി പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കല്ല് വൃത്തിയില്ലാത്തതല്ല കേട്ടോ. അന്ന് മസാല ദോശ അല്ല, പൊറോട്ട ഉണ്ടാക്കിയതാണ് ന്യൂ ഇയറിന്. അതിൻ്റെ ശേഷം ഈ കല്ലിന് എന്തോ പറ്റിയിട്ടുണ്ട്. എങ്ങനെ കഴുകിയാലും ആ സാധനം പോകണില്ല. പിന്നെ സ്റ്റീൽ റോളൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് കഴുകാനും പറ്റില്ലല്ലോ, നോൺ സ്റ്റിക്കിൻ്റെ ആയ കാരണം. അപ്പോൾ അത് കാരണമാണ്, വൃത്തിയില്ലാത്തതുകൊണ്ടല്ല കേട്ടോ.
പിന്നെ ഇതാ പത്തിരി ആയി തുടങ്ങിയിട്ടുണ്ട്. പത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാം, നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താ ഒറ്റപ്പുളം മുന്തി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പത്തിരി ആയിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി ചുട്ടെടുക്കാം. ഇനി ആദ്യത്തെ നോമ്പല്ലേ, ഒരു മധുരം കൂടി ആവാമല്ലോ. അപ്പോൾ കുറച്ച് തരി കാച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാലാണ് ഞാൻ ചൂടാക്കാൻ വെച്ചേക്കണത്. പശുമ്പാൽ ഒഴിച്ച് ഉമ്മ കുടിക്കില്ല, അല്ലെങ്കിൽ പശുമ്പാലും കുറച്ച് തേങ്ങാപ്പാലും കൂടി വെക്കുകയാണെങ്കിൽ നമുക്കത് എളുപ്പമാക്കാം. പിന്നെ കുറച്ചല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ രണ്ടാം പാലാണ് വെച്ചേക്കണത്. ആദ്യത്തെ പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സേമിയ വറുത്തെടുക്കാം. അപ്പോൾ റവ വെച്ചിട്ട് തരി കാച്ചിയാൽ അത് മോനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ആദ്യത്തെ നോമ്പല്ലേ, അപ്പോൾ അവനക്ക് ഇഷ്ടമുള്ളതിനെ ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് സേമിയ ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് റവയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ തരി കാച്ചെടുക്കുന്നത്. സേമിയ വറുത്ത അതേ പാനിലേക്കാണ് കേട്ടോ ഞാൻ റവ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുമൊന്നും വേണ്ട, ഒന്ന് കളറ് മാറൊന്നും വേണ്ട. ഒന്ന് ചൂടായതിൻ്റെ ശേഷം അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല കട്ടിയാവും വേണ്ട, നല്ല ലൂസായിട്ടും വരണ്ട കേട്ടോ. തരി എന്ന് പറയുമ്പോൾ കുറച്ച് ലൂസ് കൊടുക്കണം. ഉണ്ടാക്കി വെച്ചാലാണ് നമുക്ക് ആ ഒരു സമയത്തേക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു കട്ടിക്ക് വരുള്ളൂ. നല്ല കട്ടിയായി വെക്കുകയാണെങ്കിൽ പിന്നെ അത് നമ്മൾ കേക്ക് പോലെ മുറിച്ചെടുക്കേണ്ടി വരും. റവയും കൂടി ഇട്ടതാണല്ലോ. ഇനി ആവശ്യത്തിനുള്ള മധുരം കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പഞ്ചസാരയാണ് ഇടുന്നത്. ശർക്കര ഇട്ടിട്ടും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ കുറച്ച് മധുരം ഇട്ടിട്ടുള്ളൂ, നല്ല മധുരം ഇട്ടിട്ടില്ല. പിന്നെ നോമ്പ് തുറന്നിട്ട് നല്ല മധുരമൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു തലക്കൊരു എന്താ പറയുക, ഒരു കനം പോലെ തോന്നൂലേ. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് നോമ്പ് തുറന്നപ്പോൾ വരും തലവേദന, മൈഗ്രൈൻ്റെ പ്രശ്നമുള്ള കാരണം. അപ്പോൾ അത് അതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഏലക്ക മാത്രം, അതിൻ്റെ ഉള്ളിലത്തെ കുരു മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. ഈ തരി കാച്ചി ഒഴിക്കണ്ടല്ലോ, അത് നമ്മൾ ഉള്ളി കാച്ചിയിട്ടാണ് കേട്ടോ. ചെറുള്ളി കാച്ചിയിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് ഇടും. അങ്ങനെയാണ് ഇത് കാച്ചിയിട്ട് ഒഴിക്കുക. അപ്പോൾ ശരിക്കുള്ള തരി ഇങ്ങനെയല്ല കേട്ടോ ഉണ്ടാക്കുക. ഞാൻ പായസത്തിൻ്റെ ഒരു രീതിക്കും തരി രണ്ടും കൂടിയായിട്ടാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ ഇനി തരിയുടെ വീഡിയോ ഇൻഷാല്ലാ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കുക. അപ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ കറിയൊക്കെ തിളച്ചിട്ട് അവിടെ ഇരിക്കണ്ടല്ലോ. ഇനി തേങ്ങ വറുത്തരക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നാളികേരം വറുത്തിട്ടുണ്ട്. അതിൽ പെരിഞ്ചീരകവും അതൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല, വീഡിയോ ലെങ്ത്ത് കൂടുമല്ലോ. പിന്നെ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. 4:15 അടുക്കളയിൽ കയറിയത്. ബാങ്ക് കൊടുക്കുമ്പോഴത്തേനും ഒരുവിധം എല്ലാം കഴിച്ച് വെക്കണമല്ലോ. അപ്പോൾ അപ്പോഴത്തേനും നാളികേരം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അരച്ചെടുത്തിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി വേഗമായി വന്നൂലേ. ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളി കാച്ചി ഒഴിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഫസ്റ്റത്തെ നോമ്പല്ലേ, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാത്ത പോലെയാണല്ലോ. 2-3 ദിവസമൊക്കെ കഴിയുകയാണെങ്കിൽ പിന്നെ നമുക്ക് സെറ്റായി വരും. എല്ലാം സെറ്റായതിൻ്റെ ശേഷം ഞാൻ വീഡിയോ ഫുള്ളായിട്ട് കാണിച്ച് തരുന്നുണ്ട്. ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സമൂസക്ക് മടക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ചൂടാറിയതിൻ്റെ ശേഷം സമൂസ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. പിന്നെ അപ്പുറത്ത് ഞാനിതാ മുളക് ബജിക്കുള്ളതും കൂടി ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ സമൂസ ഇഷ്ടമില്ലാത്ത കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന മസാല മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയത്. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഏതെങ്കിലും വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻറ്റിൽ പറയണേ. അപ്പോൾ സമൂസ ഷീറ്റ് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നിറച്ച് വെക്കണ്ട കേട്ടോ. നിറച്ച് വെക്കുകയാണെങ്കിൽ നമുക്കത് മടക്കിയിട്ട് റോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇനി കുറച്ച് മൈദ തേച്ച് കൊടുക്കുക. പിന്നെ അത് മടക്കി കൊടുക്കുക. അത് നിങ്ങൾക്കറിയാമല്ലോ, ഇനി ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ. അപ്പം ഞാൻ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കണം കേട്ടോ. ആദ്യമൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് രസമായിരുന്നു. അപ്പുറത്ത് ഐഷാത്തുണ്ട്, നിങ്ങൾക്ക് ടേബിൾ നിറച്ചും സാധനങ്ങളാവും. ഞങ്ങൾ എന്തുണ്ടാക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് ടേബിൾ നിറച്ചും സാധനങ്ങളാവും ഞങ്ങൾക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത്. ഈ ഒരു സമയത്ത് ഐഷാത്താനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾക്കൊരു 2 എണ്ണം വെച്ചിട്ടാണ് സമൂസ ഉണ്ടാക്കിയെടുക്കണമല്ലോ. ഇനിയിപ്പോൾ നോമ്പ് തുറന്നിട്ട് കുറേ ഓയിലുള്ളത് കഴിക്കണ്ടല്ലോ. എന്തായാലും നമ്മൾ ചൂടോടക്കനെ കഴിക്കുമ്പോൾ കഴിച്ചു പോവും. അപ്പോൾ അത് കാരണം ഞാൻ 6 എണ്ണം തന്നെയാണ് എണ്ണീട്ടാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ സമൂസ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ സമൂസ അവിടെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓയിലാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഒന്ന് മൊരിപ്പിച്ചിട്ട് എടുത്താൽ മതിയല്ലോ. പിന്നെ നോമ്പായ സമൂസ എല്ലാവർക്കും നിർബന്ധമാണല്ലോ. അതേപോലെയാണ് ഇവിടെ ഇന്നും സമൂസ ആണെങ്കിൽ അത്രയും മോനക്ക് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ എന്നും സമൂസ ഒന്നും ഉണ്ടാക്കി കൊടുക്കില്ല. അപ്പോൾ സമൂസയായി വന്നിട്ടുണ്ട്. അപ്പുറത്ത് ചായക്കാണ് കേട്ടോ പാല് വെച്ചേക്കുന്നത്. അപ്പോൾ അതും കൂടി ആയാൽ നോമ്പ് തുറക്കുന്ന സമയത്തേക്കുള്ള ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ അത്താഴത്തിൻ്റെയും പിന്നെ പത്തിരിയും ചിക്കൻ കറി വിളമ്പണമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോഴത്തേനും ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്നു പറഞ്ഞാൽ എനിക്ക് തലവേദന തുടങ്ങി. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ടില്ല. അപ്പോൾ ഇനി ഇൻഷാല്ലാ അടുത്ത വീഡിയോയിലൊക്കെ ഫുള്ളാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ മുളക് ബജിയും കൂടി ആയി വന്നിട്ടുണ്ട്. മുളക് ബജി ഉണ്ടാക്കണ എങ്ങനെയൊന്നും നീ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്നാലും 1.5 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയല്ലോ. പിന്നെ ആദ്യത്തെ നോമ്പായ കാരണം അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ കുറേ ഉണ്ടാക്കിയിട്ട് കളയണം കാട്ടി നല്ലതാണല്ലോ. നമുക്ക് ആവശ്യത്തിലുള്ള മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതിയില്ലേ. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.